ഇനി നമുക്ക് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള നഴ്സുമാരുടെ സമരവുമായി UNA എന്ന് പറയുന്ന സംഘടന നടത്തുന്ന നഴ്സുമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് പോകാം. UNA സമരത്തിന്റെ മറവിൽ തൃശൂർ അതിരൂപതയെയും അധ്യക്ഷനെയും അവഹേളിക്കുന്നതിനെതിരെ പ്രതിരോധ സംഗമം തൃശൂർ അതിരൂപത നടത്തുകയാണ്. 2026 ജൂലൈ 12 ഞായർ 2:30 ഉച്ചകഴിഞ്ഞ് 2:30 തൃശൂർ ടൗൺ ഹാളിൽ വെച്ചാണ് ഇത് നടത്തപ്പെടുന്നത്. നമ്മളോടൊപ്പം കത്തോലിക്ക കോൺഗ്രസ് നേതാവ് ശ്രീ ജോഷി വടക്കൻ അദ്ദേഹം ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ പ്രതിരോധ സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? ഈ 12-ാം തീയതി ഞായറാഴ്ച തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ വിശ്വാസി സമൂഹം തൃശൂർ ടൗൺ ഹാളിൽ ഒത്തുചേരുകയാണ്. പ്രതിരോധ സംഗമം എന്ന് പേര് സ്വീകരിച്ചിട്ടുള്ള ഈ ഒത്തുചേരല് തൃശൂർ അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും അവഹേളിക്കുന്ന ഈ സമീപകാല സംഭവങ്ങളിൽ പ്രതികരിക്കുന്നതിനാണ്. നമുക്കറിയാം, ഏതാണ്ട് 100 ദിവസത്തിലേറെ ആയി നടക്കുന്ന UNAയുടെ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സമരത്തിന്റെ മറവിൽ തൃശ്ശൂർ അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാനുള്ള വളരെ സംഘടിതമായ ചില ശ്രമങ്ങൾ അത് UNAയായും അതുപോലെ തന്നെ ചില സഭാവിരുദ്ധ ശക്തികളും ഒത്തുചേർന്ന് നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ 5-ാം തീയതി ഞായറാഴ്ച തൃശൂർ അതിരൂപതയിലെ ഏതാണ്ട് 220-ൽ പരം ഇടവകകളിൽ പ്രതിഷേധ ദിനമായി ആചരിക്കുകയും അന്നേ ദിവസം വിശദീകരണ യോഗങ്ങളും നടത്തിയിരുന്നു. അതിനുശേഷം 12-ാം തീയതി ഞായറാഴ്ച തൃശൂർ ടൗൺ ഹാളിൽ, തൃശൂർ നഗരമധ്യത്തിലുള്ള തൃശൂർ ടൗൺ ഹാളിൽ വെച്ച് പ്രതിരോധ സംഗമം സംഘടിപ്പിക്കുകയാണ്. ആ പ്രതിരോധ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പിതാവാണ്. മാർ ടോണി നീലങ്കാവിൽ പിതാവ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മറ്റ് സിറോ മലബാർ സഭയുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ സമിതിയുടെ അധ്യക്ഷൻ ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നു. തൃശ്ശൂരിലെ രൂപതയുമായി ബന്ധപ്പെട്ട് സഭയുമായി ബന്ധപ്പെട്ട മറ്റു സമുദായ നേതാക്കളും മറ്റു പ്രമുഖരും പങ്കെടുക്കുന്ന ഈ സമ്മേളനം തീർച്ചയായിട്ടും ഇത്തരം അവഹേളനങ്ങളും ആക്ഷേപങ്ങളും നടത്തുന്നവർക്കെതിരെ അതിശക്തമായ താക്കീതിന്റെ ഒരു അവസരമായി മാറുകയാണ്. തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം 5 ലക്ഷത്തോളം വരുന്ന വിശ്വാസ സമൂഹം അവരുടെ രൂപത അധ്യക്ഷനെ അവഹേളിക്കുന്നതിനെതിരെ അതിശക്തമായി പ്രതികരിക്കുന്ന ഒരു വേദിയായിരിക്കും ഈ ഞായറാഴ്ച തൃശ്ശൂരിൽ നടക്കുന്നത്. മറ്റൊരു കാര്യം, ഇതിൻ്റെ ഉള്ളിൽ വല്ല ഗൂഢാലോചനയും തോന്നുന്നുണ്ടോ? കാരണം അമലയിൽ കൊടുക്കുന്ന അതേ ശമ്പളം തന്നെ ഒരുപാട് 2017-18 കാലഘട്ടം മുതൽ ജൂബിലിയിൽ കൊടുക്കുന്നതാണ് എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴും നഴ്സുമാർ സമരം തുടരുകയാണ്. അമലയിൽ അവർ സമരം അവസാനിപ്പിച്ചു. അവർക്ക് കിട്ടുന്നത് ജൂബിലിയിലെ ശമ്പളവുമാണ്. ഗൂഢാലോചനയുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ സമരത്തിന്റെ തുടക്കം മുതൽ വളരെ അസാധാരണമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ജോലി സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, അവിടെ തൊഴിൽ സമരങ്ങൾ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണ് എന്ന് നമുക്കറിയാം. എവിടെയും സാധാരണ സംഭവിക്കുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ പല കാര്യങ്ങളുമാണ് നാം തൃശ്ശൂരിൽ കണ്ടത്. തൃശ്ശൂരിൽ ഈ ഒരു പ്രത്യേകത, സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സ്ഥാപനങ്ങളിലാണ് സമരം നടന്നത് എന്നുള്ളതാണ്. അത് ജൂബിലിയിലാണെങ്കിലും ഇപ്പോൾ സമരം അവസാനിപ്പിച്ച അമലയിലാണെങ്കിലും ഒരു പ്രത്യേകത, സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന ആശുപത്രികളിലാണ് ഈ സമരം നടന്നത്. തൃശ്ശൂരിൽ തന്നെ ഇതുപോലുള്ള സമാനമായ മറ്റു ചെറിയ ചെറിയ ആശുപത്രികളുണ്ട്, നിരവധി ആശുപത്രികളുണ്ട്. പക്ഷെ അത്തരം ആശുപത്രികളിലൊക്കെ ഇതിനേക്കാൾ താഴ്ന്ന വേതനമാണ് നൽകുന്നതെങ്കിലും അവിടെയൊന്നും പ്രതിഷേധവും സമരവും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു വിരോധാഭാസം. ഈ UNA സംഘടന പറയുന്നുണ്ട് 400-ൽ പരം സ്ഥാപനങ്ങളിൽ ഇതുപോലുള്ള സമരത്തിന്റെ നോട്ടീസ് കത്തോലിക്ക കോൺഗ്രസ് നേതാവ് ശ്രീ ജോഷി വടക്കൻ അദ്ദേഹമായിരുന്നു നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ചെറിയ സാങ്കേതിക തടസ്സം നേരിട്ടതിനാലാണ് അദ്ദേഹമായിട്ട് അല്പസമയത്ത് ഞങ്ങൾ വളരെ വിനീതമായി അവരോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. പക്ഷെ അവർ അതിന് ധൈര്യപ്പെടുന്നില്ല. അതിന്റെ കാരണം ഈ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്ന വേതനം പോലും ജൂബിലി ഒരു നിമിഷം അങ്ങ് മറ്റു ഹോസ്പിറ്റലുകളിൽ സമരം നടത്തുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് തൊട്ട് പറയുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം അതിന് ശേഷമുള്ള ഭാഗം വിട്ടുപോയായിരുന്നു.
ജൂബിലിയിലും അമലയിലുമാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വേതനം നൽകുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ അതുപോലെ തന്നെ തൃശ്ശൂരിലെ ഉൾപ്പെടെ സംസ്ഥാനത്തെ എത്രയോ ആശുപത്രികളിൽ കുറഞ്ഞ വേതന നിരക്കുകളുണ്ട് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അത്തരം സ്ഥാപനങ്ങളിലൊന്നും സമരത്തിന്റെ ഒരു ബഹളവും കേൾക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഇതിലത്തെ ഏറ്റവും വലിയ വിരോധാഭാസം. ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നിടത്ത് സമരവും, കുറഞ്ഞ ശമ്പളം കൊടുക്കുന്നിടത്ത് സമരവുമില്ല, ഇത്തരം കോലാഹലങ്ങളും ഒന്നുമില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് ഇതിന്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, തൃശ്ശൂരിൽ ഉൾപ്പെടെ അടുത്തയിടെ ആരംഭിക്കാൻ പോകുന്ന വലിയ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ഇവർ വഴിയൊരുക്കാനാണ് ഈ സമരം നടത്തുന്നത് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ കോർപ്പറേറ്റ് ആശുപത്രികൾ നിലവിലില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോ അത്തരം ഒരു മേഖലയിലേക്ക് ഇതുപോലുള്ള ആളുകൾക്ക് കടന്നു വരാൻ ആവശ്യമായ ഒരു അവസരം ഒരുക്കുകയാണ് സത്യത്തിൽ UNA ചെയ്യുന്നത്. ഈ സമീപകാല സംഭവങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ഏതാണ്ട് 2.5 വർഷക്കാലത്ത് ഏതാണ്ട് കോടിക്കണക്കിന് രൂപയാണ് വിദേശ കുത്തകകൾ ഈ ആശുപത്രി രംഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളൊക്കെ ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറഞ്ഞിരുന്നത് ഇന്ന് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന രീതിയിലേക്ക് ഈ മേഖലയെ മാറ്റിമറിക്കാനുള്ള വളരെ സംഘടിതമായ വിദേശ കുത്തകകൾ ശ്രമിക്കുമ്പോൾ അത്തരം ആളുകൾക്ക്, അത്തരം കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ചുവപ്പ് പരവതാനി വിരിക്കുന്നതിന്റെ തിരക്കിലാണ് ഇതുപോലുള്ള ചില നഴ്സിംഗ് സംഘടനകളും അവർ കൈകോർത്ത് നിൽക്കുന്ന ചില സഭാവിരുദ്ധ ശക്തികളും എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. മാത്രമല്ല, ഈ ഒരു തൊഴിൽ സമരം എന്നുള്ളതിനേക്കാൾ ഈ സമരം തൃശ്ശൂർ അതിരൂപതയുടെ ആസ്ഥാനത്തേക്ക് 2 തവണയാണ് എത്തിച്ചേർന്നത്. ഏതാണ്ട് 9 മണിക്കൂർ നേരം തൃശ്ശൂർ അതിരൂപതയുടെ ആസ്ഥാനം ഉപരോധിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെയൊക്കെ നാം കാണുന്നത് തികച്ചും അസാധാരണമായ അല്ലെങ്കിൽ മറ്റ് തൊഴിൽ മേഖലകളിൽ കാണാത്ത സാഹചര്യങ്ങളായിരുന്നു. നമുക്കൊക്കെ അറിയാം, മറ്റു പല സമുദായ സംഘടനകളും മതസംഘടനകളും എല്ലാം ഈ ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മത വിഭാഗത്തിന്റെ ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തുന്നത് നമ്മൾ ദർശിച്ചിട്ടില്ല. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 ലക്ഷത്തോളം വരുന്ന വിശ്വാസികളുടെ ആത്മീയ കേന്ദ്രത്തിലേക്കാണ് ഇവർ അതിരൂപത അധ്യക്ഷനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് പ്രകടനം നടത്തുകയും ഉപരോധം നടത്തുകയും ചെയ്തത് എന്നുള്ളത് ഈ അതിരൂപതയിലെ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനയുണ്ടാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ UNA എപ്പോഴും പറയുന്നുണ്ട്, ഇതൊരു തൊഴിൽ സമരമല്ലേ, നിങ്ങൾ എന്തിനാണ് മതവുമായി ഇത് കൂട്ടിക്കുഴയ്ക്കുന്നത് എന്ന് അവർ തന്നെ പറയുകയും അവർ തന്നെ മതത്തെ കൂട്ടിക്കുഴച്ചുകൊണ്ട് അല്ലെങ്കിൽ സഭയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇത്തരം പ്രചരണങ്ങളും പ്രത്യേകിച്ച് സൈബർ ഇടങ്ങളിലും ഒക്കെ നടത്തുന്നു എന്നുള്ളതാണ് ഇത് യാഥാർത്ഥ്യം. മാത്രമല്ല, ഇത്തരം സമരത്തിന്റെ വേദികളിൽ സഭ അച്ചടക്ക നടപടിയെടുത്ത വൈദികരെ പോലും കൊണ്ടുവരാനും അവരെ അതിരൂപത അധ്യക്ഷനെ ആക്ഷേപിക്കുന്ന തരത്തിൽ പ്രസംഗങ്ങൾ ചെയ്യുന്നതിനുള്ള വേദി ഒരുക്കി കൊടുക്കുന്നതും ഇവർ തന്നെയാണ്. അപ്പോൾ ഒരു തൊഴിൽ സമരത്തിൽ എന്തിനാണ് അതിരൂപത ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നത്? എന്തിനാണ് സഭയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ചില അച്ചടക്ക നടപടികളെടുത്ത വൈദികരെ കൊണ്ടുവന്ന് സഭാധ്യക്ഷനെ അവഹേളിക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ, മാത്രമല്ല ഇവർ ചേർത്ത് പിടിക്കുന്ന ചില യൂട്യൂബർമാരും ചില സഭാവിരോധികളും അവരുടെ ലക്ഷ്യവും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് തൃശ്ശൂർ അതിരൂപതയിൽ വിശ്വാസ സമൂഹം ഈ വിഷയം ഏറ്റെടുക്കുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു പ്രതിരോധ സംഗമത്തിന് അവസരമൊരുങ്ങുകയും ചെയ്തിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഈ നേഴ്സുമാർക്ക് സഭ അച്ചടക്ക നടപടി സ്വീകരിച്ച വിമതരായിട്ടുള്ള ആളുകളുമായിട്ട് എന്ത് ബന്ധമാണുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്? അല്ല, അതാണ് ഇവിടെ ഏറെ വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്നത്. നഴ്സിംഗ് മേഖലയിലെ സേവനങ്ങൾക്ക് അവർക്ക് വേണ്ടത്ര പ്രതിഫലം പോരാ എന്നുള്ളതാണ് അവരുടെ ആക്ഷേപമെങ്കിൽ എന്തിനു വേണ്ടിയാണ് സഭ അച്ചടക്ക നടപടിയെടുത്ത ആളുകളെ കൊണ്ടുവരുന്നത്? അതിന്റെ അർത്ഥം സഭയെ അവഹേളിക്കാനും സഭയുടെ ഉള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ കൂടുതൽ മൂർച്ഛിപ്പിക്കാനും അത്തരം ഒരു ശ്രമം ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാധാരണ ഒരു തൊഴിൽ സമരമല്ല. നമ്മൾ നേരത്തെ അമലയിൽ അത് കണ്ടു. അമലയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നഴ്സുമാർ നിരുപാധികം സമരം പിൻവലിക്കുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ പ്രഖ്യാപിച്ച നിരക്ക് വർധനവ് ഏപ്രിൽ 1 മുതൽ അവിടെ നടപ്പിലാക്കിയ
ആ നിരക്ക് വർധനവ് അത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഏതാണ്ട് 3.5 മാസത്തിന് ശേഷം അവിടെ സമരം പിൻവലിക്കുന്നത്. ആ 3.5 മാസത്തെ വേതനം നഷ്ടപ്പെടുത്തിയ ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ ആ പാവപ്പെട്ട സഹോദരിമാർക്ക് നഷ്ടപ്പെടുത്തിയ UNA തീർച്ചയായിട്ടും അവരോട് മാപ്പ് പറയേണ്ടതാണ്. മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത് ഇതേ വേതന നിരക്ക് തന്നെ 2017 ഒക്ടോബർ മാസം മുതൽ നൽകുന്ന ഒരു ആതുര ശുശ്രൂഷ കേന്ദ്രമാണ് തൃശ്ശൂരിലെ ജൂബിലി മെഡിക്കൽ കോളേജ്. അപ്പൊ 2017 മുതൽ ഇതേ വേതന നിരക്കിൽ ജോലി ചെയ്യുന്ന ആ നഴ്സുമാർ ഇന്നും അവിടെ സമരം ചെയ്യുകയും ഇപ്പോൾ ഏപ്രിൽ മുതൽ ഈ നടപ്പിലാക്കിയപ്പോൾ അവിടെ സമരം പിൻവലിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ഇവരുടെ ലക്ഷ്യം എന്ന് മനസ്സിലാകുന്നില്ല. സമരം ആരംഭിക്കുമ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞത് 40,000 രൂപ അടിസ്ഥാന ശമ്പളം വേണം എന്നാണ് പറയുന്നത്. 40,000 രൂപ അടിസ്ഥാന ശമ്പളവും 50% വർധനവും, അതായത് അവിടെ ബെഡുകൾ അധികമുണ്ട് എന്നുള്ളതിന്റെ പേരിൽ അത്തരം ഒരു അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ ഏതാണ്ട് 62,000-ഓളം രൂപയാണ് ഒരു ഏറ്റവും പ്രാഥമിക ഘട്ടത്തിലുള്ള ഒരു നഴ്സിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. എങ്ങനെയാണ് അത് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് നമുക്കറിയില്ല. കാരണം നാഷണൽ ഹെൽത്ത് മിഷൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു അപേക്ഷ ക്ഷണിച്ചിരുന്നു. 1 വർഷം പ്രവൃത്തി പരിചയമുള്ള നഴ്സുമാരെ ജില്ലാ ആശുപത്രികളിൽ ഉൾപ്പെടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നാഷണൽ ഹെൽത്ത് മിഷൻ കരാർ അടിസ്ഥാനത്തിൽ നഴ്സുമാരെ ക്ഷണിച്ചിരുന്നു. അവർക്ക് നൽകുന്ന ശമ്പളം, അവർക്ക് നൽകുന്ന വേതനം എന്ന് പറയുന്നത് 20,500 രൂപയാണ് എന്നാണ് നാഷണൽ ഹെൽത്ത് മിഷൻ പറയുന്നത്. അതേസമയം ജൂബിലിയിൽ കൊടുക്കുന്നത് 32,718 രൂപയാണ് ഒരു വർഷം ശമ്പളം പ്രവൃത്തി പരിചയമുള്ള നഴ്സിന് കൊടുക്കുന്നത്. NHM നമ്മുടെ MBBS ഡോക്ടർമാർക്ക് പോലും നൽകുന്നത് ഏതാണ്ട് 50,000 രൂപയാണ്. അപ്പോഴാണ് 62,000 രൂപ ഈ നഴ്സുമാർ ആവശ്യപ്പെടുന്നത്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ വേതന വ്യവസ്ഥകൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ ഏകപക്ഷീയമായി വർധനവുകൾ ആവശ്യപ്പെടുകയും യാതൊരു ശുശ്രൂഷ രംഗത്തെ ഏറെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുകയാണ്. ജൂബിലിയെ സംബന്ധിച്ചിടത്തോളം ഇത് 75 വർഷം പിന്നിട്ട ഒരു മിഷൻ ആശുപത്രിയാണ്. 100 രൂപയാണ് 14 ദിവസത്തേക്ക് ഒരു OP ടിക്കറ്റിന് ഒരാൾ നൽകേണ്ടത്. ഇവിടെ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ കേവലം 200 രൂപ മാത്രമാണ് 14 ദിവസത്തേക്ക്. ഏതെങ്കിലും വലിയ ആശുപത്രികളിൽ ഇതുപോലുള്ള റേറ്റ് നിരക്ക് നിലവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതൊരു മിഷൻ ആശുപത്രിയാണ്. ഈ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് പോലും കുറഞ്ഞ ചെലവിൽ വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ സഭയുടെ ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ മുഖമുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ആ മിഷൻ ആശുപത്രികളുടെ തന്നെ പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കുമാറുള്ള ചില സംഘടിതമായ ശ്രമങ്ങൾ ഇതിന് പുറകിൽ നടക്കുന്നതാണ്. നമുക്ക് ഇതൊരു തൊഴിൽ സമരം എന്നതിനേക്കാൾ സഭയെയും സഭാധ്യക്ഷനെയും അതിരൂപതയെയും ആക്ഷേപിക്കാനുള്ള വളരെ സംഘടിതമായ ശ്രമങ്ങളാണ് ഇതിന് പുറകിൽ എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് വരേണ്ടി വന്നതും അതനുസരിച്ച് ഈ സമരത്തെ പ്രതിരോധിക്കാൻ വിശ്വാസ സമൂഹം തന്നെ മുന്നോട്ട് വരുന്ന കാഴ്ചയുമാണ് തൃശ്ശൂരിൽ കാണുന്നത്. സഭയ്ക്കുള്ളിൽ തന്നെയുള്ള ആരെങ്കിലും ഇതിന് പിന്നിൽ ചരട് വലിക്കുന്നുണ്ട്, അതും അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ബൂസ്റ്റപ്പ് കൊടുക്കുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ? അതാണ് ഈ അടുത്ത കാലങ്ങളിൽ സൈബർ ഇടങ്ങളിൽ നാം കാണുന്നത്. ചില ആരാധനാക്രമത്തിന്റെ പേരിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ചില സമീപ രൂപതകളിലെ ചില അത്തരം ശക്തികളും ഇതിനു പുറകിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും വളരെ നിർഭാഗ്യകരമാണ്. ഇതര രൂപതകളിലെ സ്വസ്ഥത നഷ്ടപ്പെടുത്താനും അവരുടെ സ്ഥാപനങ്ങളെ ആക്ഷേപിക്കാനും ഒക്കെ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും കാരണമാക്കാൻ ചിലർ ശ്രമിക്കുന്നത് ഒരു സാമാന്യ മര്യാദയുടെ പരിധികൾ വിട്ടുള്ള പ്രവർത്തനമാണ് എന്ന് പറയേണ്ടി വരും. ഞങ്ങൾ അത്തരം ആളുകൾക്കെതിരെ പരസ്യമായി രംഗത്ത് വരേണ്ട സാഹചര്യം ദയവായി സൃഷ്ടിക്കരുത് എന്നാണ് വളരെ സവിനയം അവരോടൊക്കെ ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ഇനി സമരവുമായിട്ട് ഇപ്പോൾ ജൂബിലിയിലെ സമരം നഴ്സുമാർ അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് രൂപതയുടെ ഭാഗത്തു നിന്ന്? കാരണം തീർച്ചയായിട്ടും രൂപതയെയാണ് കുറ്റം പറയുന്നത്, രൂപതാധ്യക്ഷനെയാണ് കുറ്റം പറയുന്നത് ഇതിന് മുഴുവനും. അല്ല, അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടി വരും. ജൂബിലി സാധാരണ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഏതാണ്ട് 1100-ലധികം വരുന്ന നഴ്സുമാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. അതിൽ കേവലം 350 പേർ മാത്രമാണ് സമര രംഗത്തുള്ളത്. എന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷം പേർക്കും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അവർ അവിടെ സുഗമമായി ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ജൂബിലിയിലെ OP വിഭാഗത്തിൽ തന്നെ ഏതാണ്ട് 2700-ൽ പരം രോഗികളാണ് ഒരു ദിവസം OP വിഭാഗത്തിൽ വരുന്നത്. ഏതാണ്ട് 800-ലേറെ പേർ ഇൻപേഷ്യന്റ് വിഭാഗത്തിലും അവിടെ ചികിത്സ തേടുന്നുണ്ട്. അപ്പോൾ ജൂബിലിയുടെ പ്രവർത്തനങ്ങളെ ഈ സമരം ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. മാത്രമല്ല, തൃശ്ശൂരിലെ ഏറ്റവും പുതിയ ഒരു സംഭവ വികാസം എന്ന് പറയുന്നത് ഈ ആശുപത്രിയുടെ സംരക്ഷണത്തിനായി തൃശ്ശൂർ പൗരാവലി തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടെ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്കറിയാം, തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിന്റെ അല്ലെങ്കിൽ മധ്യ കേരളത്തിന്റെ തന്നെ ഏറ്റവും അഭിമാനമായ 2 സ്ഥാപനങ്ങളാണ് ജൂബിലിയും അമലയും. അപ്പൊ ഇത്തരം സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് 75 വർഷം പിന്നിടുന്ന പ്ലാറ്റിനം ജൂബിലി എത്തി നിൽക്കുന്ന തൃശ്ശൂർ ജൂബിലിയെ തടസ്സപ്പെടുത്താനുള്ള ഈ ശ്രമങ്ങൾ എന്ന് പറയുന്നത് പാവപ്പെട്ട രോഗികൾക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് നാം തിരിച്ചറിയണം. ഇവിടെ ഈ ഞങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതൊരു ധാർമ്മിക സമരമാണ്, ഇതൊരു ധർമ്മ സമരമാണ്. ഈ ധർമ്മ സമരം എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ ചികിത്സ ഉറപ്പുവരുത്തുന്ന മിഷനാശുപത്രികൾ സംരക്ഷിക്കാനുള്ള ശക്തികളും അതിനെ എതിരിടുന്ന കോർപ്പറേറ്റ് ഭീമന്മാരിൽ നിന്നും അച്ചാരം വാങ്ങിയ ചില ശക്തികളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ പൊതുസമൂഹം നന്മയുടെ പക്ഷത്ത്, ശരിയുടെ പക്ഷത്ത് നിൽക്കാൻ തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് തൃശ്ശൂർ പൗരാവലി തന്നെ ജാതി മത ഭേദമന്യേ ഈ ജൂബിലിയുടെ സംരക്ഷണത്തിന് വേണ്ടി അടുത്ത ദിവസങ്ങളിൽ തന്നെ പരസ്യമായി രംഗത്ത് വരാൻ പോവുകയാണ്. അതോടുകൂടി ഇത് ഏതെങ്കിലും മതസമൂഹത്തിന്റെയോ ആരുടെയെങ്കിലും അത്തരം പ്രശ്നങ്ങൾക്കപ്പുറത്ത് ഇതൊരു പൊതു വിഷയമായി മാറുകയും പൊതുജനങ്ങൾ തന്നെ ജൂബിലിയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ നമുക്കറിയാം, ആരെങ്കിലും ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നുകിൽ ഗവൺമെന്റ് തീരുമാനിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നേരത്തെ ഗവൺമെന്റാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ അടിസ്ഥാന ശമ്പളം കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം. ഒരു സംഘടന ഇങ്ങനെ വന്ന് ആള് ചെയ്യുന്നതിൻ്റെ ഉള്ളിലെ ഒരു നീതി എത്രത്തോളമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകാത്തത്. കാരണം 2013-ലായിരുന്നു സംസ്ഥാന സർക്കാർ ഈ മേഖലയിൽ ഒരു മിനിമം വേതന നയം ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത്. അത് നടപ്പിലാക്കിയപ്പോൾ അത് സർവാത്മന സ്വീകരിച്ച സ്ഥാപനങ്ങളാണ് ഈ 2 മെഡിക്കൽ കോളേജുകൾ. അതിനുശേഷം 2018-ലായിരുന്നു പിന്നീട് വേതന പരിഷ്കരണം വന്നത്. പക്ഷെ 2018-ൽ വന്ന വേതന പരിഷ്കരണം പിന്നെ നടപ്പിലായില്ല. അതിന് കാരണം UNA ഉൾപ്പെടെ മാനേജ്മെന്റുകൾ ഉൾപ്പെടെ 9 റിട്ട് ഹർജികളാണ് അന്ന് കേരള ഹൈക്കോടതിയിൽ വന്നത്. ആ ഹൈക്കോടതിയിൽ ആ കേസുകളുടെ പശ്ചാത്തലത്തിൽ 2018-ലെ വേതന പരിഷ്കരണ നയം നടപ്പിലായില്ല. പക്ഷെ ആ വേതന പരിഷ്കരണ നയം നടപ്പിലായില്ല എങ്കിൽ പോലും അതിൽ പറയുന്ന മുഴുവൻ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നടപ്പിലാക്കിയ ഒരു മെഡിക്കൽ കോളേജാണ് ഈ 2 സ്ഥാപനങ്ങളും അതുപോലെ നടപ്പിലാക്കിയതാ. അതിനുശേഷം 2023-ൽ 9,000 രൂപ വരെ ഇടക്കാല ആശ്വാസം നൽകുകയും ചെയ്തു. ഇപ്പോഴും ജൂബിലിയും അമലയും പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ വേതന നയം ഞങ്ങൾ സർവാത്മന നടപ്പിലാക്കും, അത് നടപ്പിലാക്കുന്ന ആദ്യത്തെ സ്ഥാപനങ്ങൾ ഇവ 2ഉമായിരിക്കും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ മാർച്ച് മാസം 6-ാം തീയതി ഇത് സംബന്ധിച്ച സംസ്ഥാന സർക്കാർ ഒരു കരട് വേതന നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നു വരികയാണ്. അത് എന്ന് നടപ്പിലാക്കുന്നോ അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് നടപ്പിലാക്കിയാൽ അത് സ്വീകരിക്കാൻ ഈ മാനേജ്മെന്റുകൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ഒരു സമയ പരിധി പോലും തരാതെയാണ് വളരെ പ്രത്യക്ഷമായി ഇതുപോലുള്ള വെല്ലുവിളികളുടെ സ്വരത്തിൽ ഒരു ആതുര ശുശ്രൂഷ രംഗത്ത് 14 ദിവസത്തെ നോട്ടീസ് നൽകുക എന്ന് പറയുന്ന നിയമം പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ICUവിൽ നിന്നും അതുപോലെ തന്നെ നവജാത ശിശുക്കളുടെ ഏറ്റവും അപകടകരമായ ശുശ്രൂഷ നൽകുന്ന കേന്ദ്രങ്ങളിൽ നിന്നും ഒക്കെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇറങ്ങിപ്പോകുന്ന നമ്മുടെ നഴ്സുമാർ. തീർച്ചയായിട്ടും ആ നഴ്സിംഗ് സമൂഹത്തിന് തന്നെ ഈ UNAയുടെ ആ നഴ്സുമാർ വരുത്തി വെച്ച പേരുദോഷം എന്ന് പറയുന്നത് വളരെ ഖേദകരമായി പോയി. നമുക്കൊക്കെ അറിയാം, നഴ്സിംഗ് സമൂഹത്തെ എത്രയും ആദരവോടെയാണ് ഞങ്ങൾ തൃശ്ശൂർ അതിരൂപത അവരെ നോക്കിക്കാണുന്നത്. ഇത് സത്യത്തിൽ നഴ്സുമാർക്കെതിരെയുള്ള സമരമല്ല, മറിച്ച് UNA ഈ നഴ്സുമാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഗൂഢാലോചനയ്ക്കെതിരെയുള്ള പ്രതിരോധത്തിന്റെ കോട്ടകളാണ് ഞങ്ങൾ ഉയർത്താൻ ശ്രമിക്കുന്നത്.